ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പൈനാപ്പിൾ ഉപ്പും മുളകും ഇടാൻ പോവാണ്. നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ മൊത്തം ഷൈജൽക്കാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് മാത്രം. അതായത് നല്ല ചെറുതാക്കി ചെറിയ ചെറിയ പീസാക്കണം. 3 ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നതും 3 വെച്ചിട്ടുള്ള വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു, അത് മറന്നുപോയി. അപ്പം പിന്നെ കട്ട് ചെയ്യുന്നതും ഇതിലാണ് കിട്ടിയത്. അങ്ങനെ ഇത് ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു വലിയ പീസാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ അതുപോലെ തന്നെ പൈനാപ്പിൾ പൊരിക്കുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത്രം നിറച്ചാക്കിയിട്ടുണ്ട്. ഇനി എന്താവുന്നൊന്നും അറിയില്ല. ഇത് കഴിക്കണം. കാന്താരിയൊക്കെ ഇട്ടിട്ട് അതിന് നമുക്ക് കാന്താരി പോയി പറിക്കണം. അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ട്. ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇങ്ങനെയുള്ളത്? ഇങ്ങനെ കാന്താരി ഇട്ടിട്ട് ഞങ്ങൾ പൊതുവേ ജ്യൂസ് അടിക്കാറാണ്. ഈ വർഷം ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്നത്. പൊതുവെ കാന്താരിയല്ല, ഞങ്ങൾ കുരുമുളക് പൊടിയും പഞ്ചസാരയും ഉപ്പും അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതുവരെ കഴിച്ചത്. പിന്നെ ചെത്തിയ ഭാഗമൊക്കെ ഷാജൽക്ക് തന്നെ ക്ലീൻ ചെയ്ത് നന്നാക്കുന്നുണ്ട്. ഒരു ഭാഗം വൃത്തിയേടാക്കി ആ ഭാഗം വൃത്തിയാക്കണമല്ലോ, ചെയ്ത പണി മുഴുവനാക്കണമല്ലോ. വേസ്റ്റൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാന്താരി പറിക്കാൻ പോയത്. ഇത് വേറൊരു സൈഡിലുള്ള കാന്താരി. അന്ന് ഞാൻ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള കാന്താരിയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ച കാന്താരില്ലേ, അതാണിത്. ഭയങ്കര എരിവാട്ടോ, നല്ല എരിവുള്ള ടൈപ്പ് കാന്താരി അത്. എന്തൊക്കെയാണ് പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടില്ലേ? ഞാൻ വീഡിയോൻ്റെ നടുക്ക് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് എന്താ ചോദിച്ചാൽ ഇത്രയൊക്കെ കാന്താരി പോരേന്നാണ്. പക്ഷെ ഷൈജൽക്ക് പറയുന്നുണ്ട് പോരാ ഒരുപാട് വേണമെന്ന്. ഷൈജൽക്ക് തന്നെ പറിക്കുന്ന എല്ലാം ഇതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ ഷൈജൽക്കാണ്. നമ്മളിത് കഴിക്കുക, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാമെന്ന് മാത്രം. ഇർഫാനും കൂടുന്നുണ്ട് കാന്താരി പറിക്കാനൊക്കെ. ഞാൻ പിന്നെ ഒരു ക്യാമറ എടുത്ത് അങ്ങനെ എടുക്കാമല്ലോ. ഇത്ര ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഇത് കാണിക്കുന്ന എന്താ വിചാരിച്ചാൽ ഈ മുളകിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നേരൊക്കെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഒരു സൈഡിൽ ഇങ്ങനെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. അതായത് ഇതാണ് വയലറ്റ്, ഈ ഡാർക്ക് കളറാണ് അതിൻ്റെ കളറ്. പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കളറ് കുറവ്. നമ്മുടെ കാന്താരി ഞെട്ടിയൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാന്താരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര, പക്ഷെ പഞ്ചസാര ഇടുന്നുണ്ട് കാരണം ഭയങ്കര എരിവായിരിക്കും. ഇയാൾ ചെറിയ പുള്ളിയല്ല. നമ്മൾ പിന്നെ ജാറിലേക്ക് ഉപ്പിടുന്നുണ്ട്. അതായത് ഒരു ഗ്ലാസ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ നമ്മുടെ കാന്താരി, നമ്മൾ പറിച്ച് സെറ്റാക്കി വെച്ച കാന്താരി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ അടിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു വെള്ളം പോലെ ആവൂലേ. എല്ലാം ഷൈജൽക്കാൻ്റെ പ്രിപ്പറേഷൻ. അങ്ങനെ ഇത് അടിക്കാൻ പോവാണ്. അങ്ങനെ കാന്താരി അടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെത്തി ക്ലീനൊക്കെ ചെയ്ത് വെച്ച പൈനാപ്പിളിലേക്ക് ഇതാ കാന്താരി അടിച്ച് വന്നത് ഒഴിക്കുകയാണ്. കാന്താരി, പഞ്ചസാര, ഉപ്പ്, കുറച്ച് വെള്ളം, ഇത് 3 കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ച് വന്നത് നമ്മുടെ ഈ ചെത്തി വെച്ച പൈനാപ്പിളിലേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിനൊരു ബിഹൈൻഡ് ദ സീൻ വരാനുണ്ട്. ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ അതിൻ്റെ ആ പാത്രത്തിൻ്റെ മൂടിയും കൂടി ഇട്ടിട്ട് അടപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. മിക്സ് ചെയ്ത് തുറക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ മുമ്പിൽ വെക്കും. അടിപൊളിയായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഷൈജൽഖാനെ കൊണ്ട് തിരിച്ചു നോക്കാം. ഞങ്ങളിത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ. ഞാനിത് കഴുകിയിട്ട് സോയ്ക്ക് കൊടുത്തിനി. സോയിൻ്റെ എക്സ്പ്രഷൻ കാണാം.
അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് സോയി തിരികെ വെച്ച്. കാരണം നല്ല എരിവായിരുന്നു സാധനം. ഇത് നിച്ചു അവൻ ട്രൈ ചെയ്തിട്ട് അവൻ സൂപ്പറാന്ന് കേട്ടോ പറയുന്നത്. എന്റെ മുതൽക്ക് എങ്ങനെയുണ്ട് ഇങ്ങനെ ശൈജൽക്ക മത്സരിച്ച് തിന്നുന്നുണ്ട്. ആ കണ്ണുകൾ നോക്കിട്ട് ആ നിറ ശൈജൽക്ക ഒന്നൊക്കെ വിയർത്തു പോയിട്ടുണ്ട്. എരിവ് മാറാൻ വേണ്ടി ഷൈജിൽക്ക് അത് നല്ല പഞ്ചാരമാങ്ങ തിന്നാണ്. അത്രയും നല്ല എരിവുണ്ട് കേട്ടോ. സംഭവം ചെറുതായിട്ട് പണി പാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത ആളെ കൊണ്ടൊന്ന് കഴിപ്പിച്ചു നോക്കാം. ആദ്യമായിട്ട് ഒരാൾ പിന്നെയും കൈത്തെടുത്ത് നല്ല രസമുണ്ട്. എങ്ങനെയാക്ക് സൂപ്പർ പറ നമ്മൾ അടുത്ത ആള് തിന്നാൻ പോവാണ്. തിന്നീ ഇങ്ങനെ കഴിച്ചോളൂ ഗൈസ്. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല, എരിഞ്ഞ് നമ്മളൊരു വിധായി. ചിരിക്കി സൂപ്പറല്ലേ. നിങ്ങൾ മുളകിടും ഇത്ര മുളകിട്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കി. ഞങ്ങൾക്കൊരു ചെറിയ പിഴവ് പറ്റി പോയി. കാന്താരി കുറച്ച് കൂടിപ്പോയി ഗൈസ്. എല്ലാവരും എരിഞ്ഞ് പണിയായി പോയിട്ടുണ്ട്. ഷൈജൽക്കൊന്നും എക്സ്പ്രഷനൊന്നും ഇടാണ്ട് നോക്കി കുറേയൊക്കെ. പക്ഷെ സാധനം നല്ല ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പല്ല, എരി കൂടിയിട്ട്. എന്തായാലും സെറ്റായിരുന്നു. ഒരുവിധം കാലി ആയിട്ടുണ്ട്. ഇനി അതങ്ങനെ കാലി ആയിക്കോളും. എരിവൊന്നൊരു പ്രശ്നമല്ല. എല്ലാവരും എരിവൊക്കെ ആണെങ്കിലും ഹി ഹൂ എന്നൊക്കെ ആക്കി അതിങ്ങനെ കഴിച്ചു പോവും. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.